നിങ്ങളുടെ നാളെയിൽ ഇവിടെ ചർച്ചാ വിഷയമാകുന്ന ദിനം നാളെ 1201 മകരമാസം 22-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 5-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ വ്യാഴാഴ്ച സൂര്യോദയം 6:52, അസ്തമയം വൈകിട്ട് 6:26 തൃശ്ശൂരിൽ. നാളെ വ്യാഴാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാളത്തെ തിഥി ചതുർത്ഥി തിഥിയാണ്, കറുത്തപക്ഷത്തിലെ തിഥിയാണ്, അതും ചതുർത്ഥിയാണ്. ചതുർത്ഥി അങ്ങനെയുള്ള തിഥിയാണ്, അത് രിക്താതിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. ഒരിക്കലും തിഥി ദുർബലമായാൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകില്ല. അങ്ങനെയുള്ള എത്ര തിഥികളുണ്ട്? ചതുർത്ഥി, നവമി, ചതുർദശി, 4, 9, 14 തിഥികൾ. അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്ത പക്ഷത്തിലേതായാലും സാമ്പത്തികമായ വിഷയത്തിലേക്ക് ശൂന്യമായ റിക്തയായ തിഥിയാകുന്നു. നാളത്തെ നക്ഷത്രവും പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ ഉത്രം നക്ഷത്രമാണ്. ഉത്രം ശുഭഗ്രഹത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഉത്രത്രയം നിങ്ങൾ കേട്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി. പക്ഷേ ഉത്രം നക്ഷത്രം 6 നക്ഷത്രങ്ങളിൽ പെടുന്നു, വാങ്ങാനും കൊടുക്കാനും പറ്റില്ലാത്ത. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാച്ച, രേവതി, കാർത്തിക, മകം, മൂലം. ഉത്രം, ചിത്ര, രേവതി, അതിൽ ഭാഗ്യമെന്ന നക്ഷത്രം ഉത്ര നക്ഷത്രത്തിൽ വാങ്ങാനും കൊടുക്കുവാനുമുള്ള അവകാശമില്ല. തച്ഛേഷന്ത് വിനശ്യതി, വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്താൽ അതിൻ്റെ ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയുന്നു. അതിനാൽ നാളത്തെ ദിനം സാമ്പത്തിക വിഷയങ്ങളിൽ പ്രത്യേകിച്ച് തിഥി വളരെ ദുർബലമായ ചതുർത്ഥി തിഥി, ഉത്രം നക്ഷത്രം, ഉത്തര ഫൽഗുണി എന്ന ഉത്രം നക്ഷത്രം, അതൊരു തരത്തിലും വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് അനുകൂലമല്ല. അതിനാൽ മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ 9:30 മുതൽ 10:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാം. അതിൽ സാമ്പത്തികമായ വിഷയങ്ങളെ മാറ്റി നിർത്തുക. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും നല്ലതാണ്. നാളെ വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ ദിനമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പോകാം. അതിനും അപ്പുറം നാളെ ഉത്രം നക്ഷത്രമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം ഈ നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം സൂര്യനാകുന്നു. സൂര്യൻ ശിവനാകുന്നു. നാളെ ആദിത്യ ഹൃദയ മന്ത്രം ശിവക്ഷേത്രത്തിൽ കൂവളമാല, ജലധാര വഴിപാടുകൾ നടത്തുന്നത് നാളത്തെ ദിനത്തിന് അങ്ങേയറ്റം ഒരു എനർജി, പോസിറ്റീവ് വൈബ്രേഷൻ, ഓറ പ്രദാനം ചെയ്യാൻ സമർത്ഥമാണെന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്തേ.